കരുനാഗപ്പള്ളി പാറ്റോലിത്തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അഴിമതിയും അവസാനിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ നിധി ഫോറം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് KP മുഹമ്മദ് ആവശ്യപ്പെട്ടു. പാറ്റോലിത്തോട് സന്ദർശനത്തിന് ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുനാഗപ്പള്ളി പാറ്റോലിത്തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അഴിമതിയും അവസാനിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ നീതി ഫോറം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് KP മുഹമ്മദ് ആവശ്യപ്പെട്ടു. പാറ്റോലിത്തോട്ടിന് 40 അടി വീതിയുണ്ടായിരുന്നതും ആലപ്പുഴ കരുനാഗപ്പള്ളി ജലപാത ആയിരുന്നതും നാട്ടുകാർ കയ്യേറിയതിന് കൂട്ടുനിൽക്കാനാണിപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി സൈഡ് വാൾ കെട്ടുന്നതോടെ കയ്യേറ്റക്കാർക്ക് സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥതാവകാശം തരപ്പെടുത്തി കൊടുക്കുവാനാണ് ഈ പദ്ധതി ഉപകരിക്കുള്ളൂവെന്നും അദ്ദേഹം ആരോപിച്ചു. പാറ്റോലിത്തോട് സന്ദർശിച്ചതിനു ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ നടത്തിയത് ഈ പാറ്റുവേലിത്തോട് പറ്റുവേലിത്തോടായി മാറിയിരിക്കും. ബഹുമാനപ്പെട്ട ചെയർമാനും സെക്രട്ടറിയൊക്കെ പറഞ്ഞു, ഇതിനകത്ത് ഈ തോട് പണ്ട് വള്ളത്തേൽ സാധനങ്ങൾ കരുനാഗപ്പള്ളി ചന്തയിലും കരുനാഗപ്പള്ളിയിൽ നിന്ന് കായംകുളം മാർക്കറ്റൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രമാദം, ഒരു വലിയ തോടാണ്. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ട നാട്ടുകാരുടെ തന്നെ ഒരാവശ്യമാണ്. അത് സംരക്ഷിക്കപ്പെടാതെ അതിൻ്റെ വീതിയും നീളവും തിട്ടപ്പെടുത്താതെ കയ്യേറ്റം ഒഴിപ്പിക്കാതെ ഇപ്പോൾ ആർക്കാണ്ടൊക്കെ വേണ്ടി ചില ഉദ്യോഗ തലങ്ങളിലുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഈ തോടിൻ്റെ സംരക്ഷണം നടത്തുന്നത് വരുത്തി തീർക്കുകയാണ്. അത് എവിടെയാണേലും സംസ്ഥാന പാത മുതൽ കേന്ദ്രപാതയായാലും നടക്കുന്ന എല്ലാ അഴിമതിയാണ്. ഈ അഴിമതി അവസാനിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഈ പാറ്റുവേലിത്തോടിൻ്റെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സംസ്ഥാന സെക്രട്ടറി തഴവ സത്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വൈസ് പ്രസിഡന്റ് സ്വാമി സുഗാദശ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സലീം അമ്പീത്തറ, കൊടിയാട്ട് രാമചന്ദ്രൻ പിള്ള, MC വിജയകുമാർ, AA റഷീദ്, മഹേശ്വര പണിക്കർ, ഉണ്ണികൃഷ്ണപിള്ള, രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.